സാർ ഈ VSSൻ്റെ അവാർഡിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഈ VSSൻ്റെ ഒരു പുരസ്കാരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വിലയിരുത്തി അതുപോലെ നൂറിനാട്ടുള്ള രാജൻ സാർ എന്ന് പറയുന്ന ആളാണ് എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഈ രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ്. അങ്ങനെ ഇരുന്നപ്പം SNDP ശാഖയുടെ സെക്രട്ടറിയായി വരികയും ഞങ്ങളുടെ ശാഖായോഗത്തിൽ ആദ്യമായി ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ചപ്പോൾ അത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇത് കൊടുക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ എത്താൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തണം എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടാകുകയും ഇവിടെ സമാന ചിന്താഗതിക്കാരായ ആളുകളെ വിളിച്ചുകൂട്ടി ഈ ഒരു ചാരിറ്റി സംഘടന രൂപീകരിക്കണം എന്ന ആ ആശയം മുന്നോട്ട് വെച്ചു. പാലമേൽ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ആദ്യത്തെ ചാരിറ്റി സംഘടനയാണ് സത്യവ്രതം ചാരിറ്റബിൾ സൊസൈറ്റി. പിന്നെ എനിക്ക് വേറൊരു അനുഭവം എന്ന് പറയുമ്പം എൻ്റെ മോൻ്റെ ചികിത്സയായി ബന്ധപ്പെട്ട് 2-3 ആശുപത്രികളിൽ പോകേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വകയില്ലാതെ ഒട്ടനവധി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇവരെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സത്യവ്രതം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. 2016 ഇത് രൂപീകരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നിരന്തരമായി ഈ മാരകമായ രോഗം ബാധിച്ച ആളുകളെ കണ്ടെത്തുകയും അവർക്ക് ആദ്യമൊക്കെ ഞങ്ങൾ പൈസയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ആ പൈസ തീരും. അതിനേക്കാൾ നല്ലത് മാരകമായ രോഗം ബാധിച്ച് കിടപ്പുരോഗികളായ ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള സാധനങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞങ്ങൾ കണ്ടെത്തിയ മാർഗം അർഹരായ ആളുകളിലേക്ക് ഇതെത്തണം. അർഹരായ ആളുകളിലേക്ക് ഇതെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പാലമേൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പാലമേലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഈ പാലിയേറ്റീവ് ആയിട്ടുള്ള അർഹരായ ആളുകളുടെ ലിസ്റ്റ് സംഘടിപ്പിച്ചാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. യഥാർത്ഥ ആളുകളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി ആ മാർഗമാണ് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നതരായ വിജയം നേടിയവർക്ക്, അത് പാവപ്പെട്ടവരൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ധനികരൊന്നും ഇല്ല, മിടുക്കരായ കുട്ടികളെ പഠിക്കുന്നതിനും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിനുമൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പാലമേൽ പഞ്ചായത്തിൽ ഒരു വിശപ്പ് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ നൂറിനാട് ജംഗ്ഷനിൽ ഒരു ഭക്ഷണാലമാര സ്ഥാപിക്കുകയും അത് ദിനംപ്രതി അതിൽ പൊതിച്ചോറ് വെക്കുകയും ചെയ്യുന്നുണ്ട്. ആ പൊതിച്ചോറ് ഞങ്ങൾ വാങ്ങിക്കുന്നത് പാലമേൽ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ നടത്തുന്ന ക്യാൻറ്റീനിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കുന്നത്. അവിടെ ആകുമ്പോൾ പൈസ കുറവുണ്ട്. അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് ഞങ്ങൾ നിരന്തരം ഇവിടെ വെക്കുന്നുണ്ട്, ഭക്ഷണ അലമാരിയിൽ വെക്കുന്നുണ്ട്. പിന്നെ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ വാർഷിക ആഘോഷം നടത്തുന്നുണ്ട്. ആ വാർഷിക ആഘോഷത്തിൽ ഈ കിടപ്പ് രോഗികളെ അതുപോലെ തന്നെ വൃദ്ധരായ ജനങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ആഹാരവും അതേപോലെ അവരെ ആദരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്, കിടപ്പാടമില്ലാത്തവരുണ്ട്. പിന്നെ അത്തരം ആളുകളെ
സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന് ഒരു കൂട്ടം ആളുകൾ സത്യവദൻ ചാരിറ്റബിൾ സൊസൈറ്റിയോടൊട്ട് സഹകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു മെച്ചമെന്ന് പറയുന്നത് ഇതിനകത്തിൽ കുറേയേറെ ചെറുപ്പക്കാരുണ്ട്. സത്യവദൻ യൂത്ത് വിങ് എന്ന് പറയുന്ന ഒരു വിങ് ഞങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പ്രവർത്തനത്തിനെല്ലാം ആ യൂത്ത് വിങ്ങുകാരുൾപ്പെടെ ഉള്ള ആളുകളെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ പങ്കാളികളാകും. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ BSSൻ്റെ ഒരു പുരസ്കാരം അത് കൂടുതൽ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു പ്രചോദനമായി ഇത് കാണുകയും ആ പുരസ്കാരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു. അതിന് വേണ്ടി സഹകരിച്ചിട്ടുള്ള സത്യവദൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരും അതേപോലെ ഒപ്പം നാട്ടുകാരും അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. ഈ അവാർഡ് കിട്ടിയത് തന്നെ അവർക്കെല്ലാം ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കാനാണോ ആഗ്രഹിക്കുന്നത്? ഇത് സംസ്ഥാന തലത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, മറ്റ് പഞ്ചായത്തുകളിലും താലൂക്കിലും ഉള്ള ആളുകളൊക്കെ ഇതിനകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ ഇതിൻ്റെ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പാലമേൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. ഓഫീസ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തനം? ഞങ്ങൾ സ്വന്തമായിട്ട് ഓഫീസുണ്ട്. നൂറിനാട് ജംഗ്ഷനോട് ചേർന്ന് ഓഫീസുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ തൊഴിലധിഷ്ഠിത കോഴ്സിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സൗജന്യ നിരക്കിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ BSSൻ്റെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം തൊഴിൽ സംരംഭങ്ങൾ കൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ. 34 വർഷം എരുമക്കുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ സേവനമനുഷ്ഠിച്ച് 2024 മെയ് 31 ഞാൻ പെൻഷനായി. അതോടെ തന്നെ 2004 മുതൽ പന്തളം SNDP യൂണിയൻ്റെ കീഴിലുള്ള മുതുകാട്ടുകര ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി, SNDP യൂണിയൻ പന്തളം കൗൺസില്, SN വിവേക വിദ്യാകേന്ദ്രത്തിൻ്റെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരും. ഈ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ യുവജനങ്ങളെക്കുറിച്ച് അവരുടെ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള ദുർശീലങ്ങളിലേക്ക് ഉള്ള പോക്കിനെക്കുറിച്ച് അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്താണ്? ഇപ്പോൾ യൂത്ത് വിങ്ങൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്താണ് സാറിൻ്റെ നിർദ്ദേശം? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഈ സിനിമാ ഫീൽഡിൽ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് അതിലാണ് ഇപ്പോൾ ഈ മദ്യത്തിലും മയക്കുമരുന്നിനും ഈ യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഇത്തരം ഈ മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ഘട്ടം കഴിഞ്ഞു. അത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയും. പക്ഷേ അത് അതിര് കവിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ മദ്യപാനത്തെക്കുറിച്ചൊരു ചിത്രീകരണം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അതിനകത്തിൽ തന്നെ ചിത്രീകരിക്കും. ഇതങ്ങനല്ല. ഇത് കുടുംബസമേതം ഇരുന്ന് മദ്യപാനം നടത്തുന്നതും അതൊരു വലിയൊരു അംഗീകാരം അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ആവശ്യമാണെന്നുള്ള തോന്നലിൽ ഈ സമൂഹത്തെ ഈ സിനിമാ ഫീൽഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ സീരിയൽ ഉൾപ്പെടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു തടയിടണം. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും.